بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث وأما السائل فلا تنهر وأما بنعمة ربك فحدث بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد ഇന്ന് നമ്മൾ സൂറത്തു ദുഹ നമ്മൾ ഇതിനു മുമ്പ് സൂറത്തു ഷറഹാണ് വിശദീകരിച്ചത് അല്ലേ. ഇനി സൂറത്തു ദുഹ സൂറത്തു ദുഹ എന്നും സൂറത്ത് വദ്ദുഹ എന്നും ഇതിന് പേരുണ്ട്. ഈ സൂറത്തിന് രണ്ട് പേരുണ്ട്. ഒന്ന് വദ്ദുഹ, പിന്നെ ഒന്ന് സൂറത്തു ദുഹ. സൂറത്തുൽ ഫജ്റും ഫജ്റിന് ശേഷം സൂറത്തു ഷറഹിന് മുമ്പായിട്ടാണ് ഈ സൂറത്തിൻ്റെ അവതീർണത. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു ഷറഹ് അവതരിച്ചത് വദ്ദുഹയ്ക്ക് ശേഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എത്രമാത്രം എന്ന് വെച്ചാൽ ചിലർ ഇങ്ങനെ ഉദ്ധരിച്ചു വശായി വദ്ദുഹയും പിന്നെ സൂറത്തു ഷറഹും ഒരു സൂറത്താണ് എന്ന് അങ്ങനെ ചിലർ ധരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രണ്ട് സൂറത്താണ്. സൂറത്തു ദുഹ അവതരിച്ചതിന് ശേഷമാണ് സൂറത്തു ഷറഹ് അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് അതിൻ്റെ അവതീർണത. മക്ക പ്രബോധന കാലഘട്ടത്തിലാണ് വദ്ദുഹ സൂറത്ത് അവതരിക്കുന്നത്. മക്ക പ്രബോധന കാലഘട്ടത്തിലാണ് വദ്ദുഹ അവതരിക്കുന്നത്. മക്ക പ്രബോധന കാലഘട്ടത്തിൽ അതിൻ്റെ തുടക്ക കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. തുടക്ക കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം ഇഖ്റ ബിസ്മി സൂറത്ത് ഇറങ്ങി. അഞ്ചായത്തുകൾ ഇറങ്ങി. സൂറത്തിന് 5 ആയത്തുകൾ ഇറങ്ങി. പിന്നെ വഹ്യ് നിലച്ച്. പിന്നെ സൂറത്തുൽ മുദ്ദസ്സിർ അവതരിച്ച്, പിന്നെ സൂറത്ത് മുസ്സമ്മിൽ, ഇങ്ങനെ ചില സൂറത്തുകൾ അവതരിപ്പിച്ച്, പിന്നെ കുറച്ച് ദിവസം വഹ്യ് നിലച്ച്, കുറച്ച് ദിവസങ്ങൾ. അപ്പം മക്കയിലൊരു പ്രചരണം പിന്നെ മുഹമ്മദിനെ എന്ത് ചെയ്തിട്ടുണ്ട്, മുഹമ്മദിൻ്റെ പടച്ചോനും സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചോനും കയ്യൊഴിച്ചിട്ടുണ്ട് എന്നൊരു പ്രചരണം. മനസ്സിലായില്ലേ? മക്കയിൽ പ്രചരിച്ചു. അങ്ങനെ അത് തൽപര കക്ഷികൾ പ്രചരിപ്പിച്ചു. അതേപോലെ ആ സന്ദർഭത്തിൽ ഈ സൂറത്തിൻ്റെ അവതീർണത എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മക്കയിലെ പ്രചരണം എന്താണ്? മുഹമ്മദിൻ്റെ റബ്ബ് കയ്യൊഴിച്ചു എന്ന പ്രചരണം നടന്നപ്പോൾ ഈ സൂറത്തിറങ്ങിയെന്നാണ്. പിന്നെ ഒന്ന് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലിൽ മുറിവേറ്റ്. അപ്പോൾ രോഗബാധിതനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2-3 ദിവസം പുറത്തിറങ്ങാതെ വീട്ടിൽ കഴിച്ചു കൂട്ടി രോഗം കാരണത്താൽ. അപ്പോൾ ഉമ്മു ജമീൽ ബിന്ത് ഹർബ് അബൂ സുഫിയാൻ്റെ അബൂലഹബിൻ്റെ ഭാര്യ അബൂ സുഫിയാൻ്റെ പെങ്ങൾ. നമ്മളിവിടെ മുമ്പ് ഉമ്മു ജമീലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് പറഞ്ഞത്? സൂറത്ത് തബ്ബത്ത് വിശദീകരിച്ചപ്പോൾ. ഉമ്മു ജമീൽ ബിന്ത് ഹർബ് അബൂലഹബിൻ്റെ ഭാര്യ. അവൾ
പറഞ്ഞു, മുഹമ്മദെ, നിന്നെ സമീപിച്ചിരുന്ന പിശാച് ഷെയ്ത്താൻ 3 ദിവസമായിട്ട് നിന്നെ കൈയൊഴിച്ചതായിട്ടാണല്ലോ അനുഭവപ്പെടുന്നത്. നിൻ്റെ അടുത്തേക്ക് വരണില്ലല്ലോ, എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് ഉമ്മു ജമീൽ ബിന്ത് ഹർബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികളുടെ പ്രചരണം, അള്ളാഹു മുഹമ്മദ് നബിയെ കൈയൊഴിച്ചു എന്ന പ്രചരണം, അതേപോലെ ഉമ്മു ജമീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് പറഞ്ഞതായി ഈ വിദണ്ഡ വർത്തമാനം, ഈ സാഹചര്യങ്ങളാണ് ഈ സൂറത്തിൻ്റെ അവതരണം. മനസ്സിലായി? ആ സാഹചര്യത്തിലാണ് ഈ സൂറത്തിൻ്റെ അവതരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. ഇവിടെ വദ്ദുഹ എന്ന് പറഞ്ഞാൽ, ദുഹ എന്ന് പറഞ്ഞാൽ പൂർവാഹനം, ദുഹാസമയം. ദുഹാസമയം എപ്പോഴാണ്? സൂര്യൻ ഉദിച്ചുയർന്ന് ഉച്ചയാകുന്നത് വരെയുള്ള ആ ടൈമിനാണ് എന്താ പറയുക? ദുഹ എന്ന് പറയാം. ദഹവത്ത്, ദുഹ. പ്രകാശവും ചൂടും ഒരുപോലെ ലഭിക്കുന്ന സമയമാണ് ദുഹാസമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുഹയെ കൊണ്ടാണ് സത്യം ചെയ്യുന്നത്. വദ്ദുഹ, ദുഹയാണ് സത്യം. വാവുൽ ഖസം, ദുഹയാണ് സത്യം. വല്ലൈലി ഇദാ സജ, വല്ലൈൽ, ലൈൽ രാത്രിയാണ് സത്യം. ഇദാ സജ, സജ എന്ന് പറഞ്ഞാൽ ഇൻതശറ, പരന്നു എന്നർത്ഥത്തിന് പറയും. രാത്രി വ്യാപിച്ചാൽ, പരന്നാൽ. അതേപോലെ സജ എന്ന് പറഞ്ഞെങ്കിൽ രാത്രിയാണ് എന്തിൻ്റെ ടൈം? ശാന്തിയുടെ, സമാധാനത്തിൻ്റെ ടൈം അല്ലേ? അപ്പോൾ രാത്രി ശാന്തി പരത്തിയാൽ, രാത്രി ശാന്ത സന്തായമായാൽ രാവാണ് സത്യം. വല്ലയിൽ രാത്രിയാണ് സത്യം. ഇദാ സജ, രാത്രി പരന്നാൽ, ഇരുട്ടുമുറ്റിയാൽ, അല്ലെങ്കിൽ രാത്രി ശാന്ത സന്തായമായാൽ ആ രാത്രിയാകുന്നു സത്യം. ഇവിടെ അള്ളാഹു ലൈലിനെ കൊണ്ട് സത്യം ചെയ്ത്, അപ്പോൾ വദ്ദുഹ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം പകലിൻ്റെ ആദ്യ ഭാഗമല്ല, പിന്നെ പകൽ മുഴുവനുമാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വദ്ദുഹ എന്ന് പറഞ്ഞാൽ പകലാണ് സത്യം, വന്നഹാർ എന്ന അർത്ഥത്തിൽ. വല്ലൈലി ഇദാ സജ, രാത്രി അത് ഇരുട്ട് പരത്തിയാൽ, അല്ലെങ്കിൽ രാത്രി അത് ശാന്തമായാൽ ആ രാത്രിയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുഹയെ കൊണ്ടും ലൈലിനെ കൊണ്ടും സത്യം ചെയ്തു. നമുക്കറിയാം ദുഹയും ലൈലും എന്താണ്? സൃഷ്ടികളാണ് അല്ലേ? അള്ളാഹിൻ്റെ സൃഷ്ടികളാണ് ദുഹ, പകൽ അല്ലെങ്കിൽ പൂർവാഹനം. അതേപോലെ തന്നെ ലൈലും അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിന് എന്ത് ചെയ്യാം? അള്ളാഹിൻ്റെ പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാം. അള്ളാഹ്ക്ക് എന്തില്ല? ഇന്നത് പാടില്ല എന്നുള്ള വിധിവിലക്കുകളില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിധിവിലക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തേ പറ്റുള്ളൂ? ആരെ കൊണ്ടേ സത്യം ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹുവിനെ കൊണ്ടേ സത്യം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളതല്ല. പടപ്പുകൾ ആരായാലും പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ നമുക്ക് അവകാശമല്ല, പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ഷിർക്ക് ചെയ്തു, കുഫ്ർ ചെയ്തു. അപ്പോൾ വദ്ദുഹ വല്ലൈലി ഇദാ സജ, ദുഹ കൊണ്ട് സത്യം, ലൈല് കൊണ്ട് സത്യം. എന്താ സത്യം ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണത്? എന്തിനാ സത്യം ചെയ്യണത്? നമ്മളൊക്കെ എന്തിനാ സത്യം ചെയ്യണത്? സത്യം ചെയ്തിട്ടൊരു കാര്യം പറഞ്ഞ് തീർപ്പാക്കാനും ഉറപ്പിക്കാനാണ്, ആണയിട്ട് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നതും സത്യം ചെയ്യുന്നത് അതിനുശേഷം പറയുന്ന കാര്യത്തെ തീർപ്പാക്കാനും ഉറപ്പിക്കാനാണ്, ഊന്നി പറയാനാണ്. അള്ളാഹു പറയുന്നത് മാ വദ്ദഅക റബ്ബുക വമാ ഖല. എന്താ മാ വദ്ദഅക? വദ്ദഅ എന്ന് പറഞ്ഞാൽ തൗദിയ എന്ന് പറഞ്ഞാൽ യാത്രയാക്കുക എന്നാണ് അല്ലേ? യാത്രയാക്കണീനാണ് തൗദിയ എന്നറിയാം, യാത്രയാക്കുക. ഹജ്ജത്തുൽ വദാ എന്നൊക്കെ പറയില്ലേ? എന്താ ഹജ്ജത്തുൽ വദാ? വിടവാങ്ങൽ ഹജ്ജ്, ആദ്യ ആ പ്രയോഗത്തിനാണ് വന്നത്. ഇവിടെ മാ വദ്ദഅക എന്ന് പറഞ്ഞാൽ നിങ്ങളെ പിന്നെ ദൂരെ മാറ്റിയിട്ടില്ല എന്നർത്ഥം. ദൂരെ മാറ്റിയിട്ടില്ല. ആര്? റബ്ബ്, താങ്കളുടെ റബ്ബ്. മാ വദ്ദഅക എന്ന് പറഞ്ഞാൽ ആരെ? താങ്കളെ എന്നാണ്. ആരാ ഉദ്ദേശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
നിങ്ങളെ ദൂരെ മാറ്റിയിട്ടില്ല റബ്ബ്, താങ്കളുടെ റബ്ബ്. വമ കല, എന്താ വമ കല? കല എന്ന് പറഞ്ഞാൽ, കല എന്ന് പറഞ്ഞാൽ പിന്നെ അബ്ഗദ, ദേഷ്യപ്പെടുക. വമ കല, ദേഷ്യപ്പെട്ടിട്ടുമില്ല. അതാണ് വമ കല. കല എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു. മാ കല, ദേഷ്യപ്പെട്ടിട്ടില്ല. വമ കല, ദേഷ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ മാ വദ്ദഅക റബ്ബുക്, താങ്കളുടെ റബ്ബ് താങ്കളെ മാറ്റി നിർത്തിയിട്ടില്ല. വമ കല, ദേഷ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് ഇക്കാര്യം പറഞ്ഞത്? മാ വദ്ദഅക റബ്ബുക വമ കല. എന്തിനാ പറഞ്ഞത്? ഖുറൈശികൾ പ്രചരിപ്പിച്ചു മുഹമ്മദിൻ്റെ റബ്ബ് കൈവിട്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അതേപോലെ ഉമ്മു ജമീൽ ബിൻത് ഹർബ് പറഞ്ഞു, മുഹമ്മദിൻ്റെ അടുക്കൽ ഒരു പിശാച് വരാറുണ്ടായിരുന്നു, 3-4 ദിവസമായിട്ട് ആ പിശാചും മുഹമ്മദിനെ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് മാ വദ്ദഅക റബ്ബ്. കയ്യൊഴിക്കുക എന്നുള്ളതല്ല, പിന്നെ ദൂരെ മാറ്റി നിർത്തിയിട്ടില്ല, ഒന്നങ്ങോട്ട് മാറിക്കെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. പിന്നല്ലേ ഉപേക്ഷിക്കൽ, ദൂരെ മാറ്റി നിർത്തിയിട്ടില്ല. വമ കല, ദേഷ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ പിന്നെ മാറ്റി നിർത്തിയിട്ടില്ല, അപ്പം പിന്നെ ഒഴിവാക്കുക എന്നുള്ളത് ഉണ്ടാവുമോ? അതൊരിക്കലും ഉണ്ടാവില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു. വദ്ദുഹ വല്ലൈലി ഇദാ സജ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉറപ്പിച്ച് പറയാണ് മാ വദ്ദഅക റബ്ബുക് വമാ ഖല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅതീക റബ്ബുക ഫതർദ. അതെന്താ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പ്രചരിപ്പിക്കുന്നത് നാം പറഞ്ഞു, റസൂലുള്ളാഹി മക്കയിൽ പ്രബോധനം തുടങ്ങുന്ന നാളുകളിലാണ്, പ്രചരണം നടത്തുന്ന ആ കാലഘട്ടത്തിലാണ് ഇത് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുന്നത് പിന്നെ മുഹമ്മദിൻ്റെ റബ്ബ് ഒഴിവാക്കി എന്നിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ വിഷമമുണ്ടാവും. കാരണം ഇത് പ്രബോധനത്തിൻ്റെ തുടക്ക നാളുകളിലാകുമ്പോൾ 40 വർഷത്തെ അനുഭവം അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വർഷത്തെ അനുഭവമുണ്ട്. ആ അനുഭവം എന്താ? ഈ പറയുന്ന ആളുകൾ നബിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? തങ്ങൾക്ക് സ്വീകാര്യൻ എന്നാണ്, സത്യസന്ധൻ എന്നാണ്, തങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുവാൻ പോന്നവൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുന്നത്. ആ കൗമാണ് പിന്നെ എന്ത് ചെയ്യണത്? ഇക്കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിന് വിഷമമുണ്ടാകും, പ്രയാസം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊല. എന്താ വലൽ ആഖിറ? തീർച്ചയായും അന്ത്യനാൾ. ല എന്നുള്ള ഇവിടെ തീർച്ചയായും എന്ന അർത്ഥത്തിലാണ്. വലൽ ആഖിറത്തു, തീർച്ചയായും അന്ത്യനാൾ. ഖൈറുൽ ലക്, എന്താ ഖൈറുൽ ലക്? താങ്കൾക്ക് അഫ്ളലാകുന്നു, ശ്രേഷ്ഠമാകുന്നു, വിശിഷ്ടമാകുന്നു. അതാണ് ഖൈറുൽ ലക്, താങ്കൾക്ക് വിശിഷ്ടമാകുന്നു. മിനൽ ഊല, അൽ ഊല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവാണ്. മിനദ് ദുനിയ. രണ്ട് ഹയാത്ത്, ഒന്ന് ദുനിയാവിലെ ഹയാത്ത്, മറ്റൊന്ന് പാരത്രിക ഹയാത്ത്. അതാണ് ആദ്യത്തേത് ദുനിയാവിലെ ഹയാത്താണ്, ജീവിതമാണ്. മറ്റേത് പരലോകത്തെ ഹയാത്താണ്. അപ്പോൾ പരലോകത്തെ ഹയാത്താണ് ഖൈറുൽ ലക്, താങ്കൾക്ക് വിശിഷ്ടമായത്. മിനൽ ഊല, പിന്നെ ഒന്നാമത്തെ ഹയാത്തിനേക്കാൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിനേക്കാൾ. അത് പറയാൻ കാരണം എന്താ? ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരീക്ഷണമുണ്ട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേൾവി, ഇതൊക്കെ കേൾക്കുന്നത്, അല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ദുനിയാവ് അത് പരീക്ഷണാത്മകമാണ്. ആ പരീക്ഷണാത്മകമായ ദുനിയാവ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉത്തമമാണ്. റസൂലുള്ളാഹിക്ക് എന്താണ്? അത് ഉത്തമമാണ്. കാരണം എന്താ? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു റസൂലായി വാഴ്ത്തി. ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം, അവസാനത്തെ വേദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. പിന്നെ മലക്കുകളിൽ ഏറ്റവും ഉത്തമരായ മലക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സന്ദേശവാഹകനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. ഈ ലോകത്തിനെല്ലാം, ജിന്നിനും ഇൻസിനുമെല്ലാം നബിയായി, റസൂലായി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ അന്തിമ പ്രവാചകനായിട്ട് നിയോഗിച്ചു. ഇതൊക്കെ ദുനിയാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. പിന്നെ നമ്മൾ ഇനി ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അലം നശ്റഹ് ലക സദ്റക് വവദഅനാ ലക വിസ്റക് അല്ലദി അൻഖദ ദഹ്റക് വറഫഅനാ ലക ദിക്റക് എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് ദുനിയാവിൽ കുറേ ഖൈറാത്തുകൾ നൽകിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ
ആ ഖൈറാത്തുകളൊക്കെ ഉള്ള ഈ ദുനിയാവിനേക്കാൾ റസൂലുള്ളാഹിക്ക് ഏതാ ഉത്തമം? വലൽ ആഖിറ, തീർച്ചയായും ആഖിറ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് പറയുന്നത് എന്തിനാണ്? റസൂലുള്ളാഹിനെ ആശ്വസിപ്പിക്കാനാണ്. എന്നാലും ഇതൊക്കെ ദുനിയാവിലുണ്ടെങ്കിലും ദുനിയാവ് പരീക്ഷണാത്മകമാണ്, ദുനിയാവ് പരീക്ഷണാത്മകമാണ്. പക്ഷേ പരലോകം അങ്ങനെയല്ല. പരലോകത്ത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശിഷ്ടമായത് റസൂലുള്ളാഹിയെ പ്രതീക്ഷിച്ച് കഴിയാണ്, കാത്തു കഴിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവും ഇവിടെയുള്ള ശാശ്വത ജീവിതവും പരലോകവും അള്ളാഹു തിരഞ്ഞെടുക്കാൻ ചോയ്സ് നൽകി റസൂലുള്ളാഹിക്ക്. ഒന്നുകിൽ ദുനിയാവിൽ ജീവിക്കാം, ദുനിയാവിലെ ശാശ്വത ജീവിതം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മരണം തിരഞ്ഞെടുത്തിട്ട് പരലോകം, മനസ്സിലായില്ലേ? മരണം തിരഞ്ഞെടുത്തിട്ട് പരലോകം, രണ്ടാലും തിരഞ്ഞെടുക്കാം റസൂലുള്ളാഹിക്ക് അനുവാദം കൊടുത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്ത ഏതാണ്? അല്ലാഹു ഖൈറുൽ ലക് എന്ന് താങ്കൾക്ക് വിശിഷ്ടമായത് ആഖിറാണെന്ന് പറഞ്ഞാൽ ആഖിറത്തിനെ തിരഞ്ഞെടുത്തത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ്, വഫാത്താകുന്നതിൻ്റെ മുമ്പ് റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി വഫാത്താകുന്നത്. സഫർ മാസത്തിൻ്റെ ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മൗലയായ അബൂ മുവൈഹിബ എന്ന മൗലയോടൊപ്പം പിന്നെ പോയി. അദ്ദേഹത്തെ വിളിച്ചു, അബൂ മുവൈഹിബയെ വിളിച്ചിട്ട്, അബൂ മുവൈഹിബ നമുക്ക് ബഖീ ഖബർസ്ഥാനിൽ പോകാം. ബഖീ ഖബർസ്ഥാനിൽ ചെന്നിട്ട് പിന്നെ അവിടെ ഖബർ അവിടെ മക്ബറയിൽ മർമടപ്പെട്ടവരെ സിയാർത്ത് ചെയ്യാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അത് റസൂലുള്ളാഹിൻ്റെ അവസാനത്തെ സിയാറത്താണ്. കാരണം റസൂലുള്ളാഹി അവരോട് യാത്ര പറയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനു മുമ്പ് റസൂലുള്ളാഹി ഉഹദിൽ പോയി. അതേപോലെ ബഖീയിൽ ചെന്ന് അങ്ങനെ റസൂലുള്ളാഹി അവർക്ക് സലാം പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു റസൂലുള്ളാഹിനോട് കൽപ്പിച്ചു. അപ്പോൾ അബൂ മുവൈഹിബ കൂട്ടിയിട്ടാണ് റസൂലുള്ളാഹി പോണത്. പോയി സിയാർത്ത് ചെയ്ത് റസൂലുള്ളാഹി മടങ്ങണ സമയത്ത് റസൂലുള്ളാഹിക്ക് ശക്തമായ തലവേദന വന്നു. ആ തലവേദനയിൽ ബഖീ ഖബർസ്ഥാനിൽ റസൂലുള്ളാഹി വീണുപോയി. അപ്പോൾ അബൂ മുവൈഹിബ റസൂലുള്ളാഹിയെ താങ്ങിയെടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മുവൈഹിബയോട് പറഞ്ഞു, അബൂ മുവൈഹിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ദുനിയാവിലെ ശാശ്വത ജീവിതവും പിന്നെ പരലോകവും തിരഞ്ഞെടുക്കാൻ എനിക്ക് പിന്നെ ദുനിയാവിലെ മുഴുവൻ സുഖങ്ങളും പരലോകവും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകി. ഞാൻ പരലോകം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയാണ്. ദുനിയാവിലെ സുഖങ്ങളെ തിരഞ്ഞെടുത്തിട്ട് മരണം വരിച്ചു പിന്നെ പരലോകവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത്. അപ്പോൾ റസൂലുള്ളാഹി അബൂ മുവൈഹിബയോട് പറയുന്നത് ഞാൻ ആഖിറം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ അബൂ മുവൈഹിബ പറയാണ്, റസൂലെ ദുനിയാവിലെ സുഖജീവിതവും പിന്നെ മരണവും എന്നിട്ട് ആഖിറവും തിരഞ്ഞെടുത്തളയും എന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണില്ല ഞാൻ ആഖിറം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയണം. കാരണം എന്താ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹിയോട്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. ഇത് നുബുവത്തിൻ്റെ ആദ്യ നാളുകളിലാണ്. ഇത് കഴിഞ്ഞിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ട വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? ഈ ഒരു അള്ളാഹുവിൻ്റെ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്നുള്ള ഈ ഒരു നിർദ്ദേശം അത് ചെവിക്കൊണ്ടായിരുന്നു. മനസ്സിലായി? എപ്പോഴും റസൂലുള്ളാഹി പരിഗണന നൽകിയിരുന്നതായിരിക്കാണ് റസൂലുള്ളാഹിക്ക് വിശിഷ്ടമായി അള്ളാഹു പറഞ്ഞ ആഖിറത്തിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വന്ന് മരണം വരിക്കുന്നതിൻ്റെ 5 നാളുകൾക്ക് മുമ്പ് പിന്നെ മസ്ജിദുൻ നബവിയിൽ, അല്ലെങ്കിൽ മരണം വരിക്കുന്നതിൻ്റെ നാളുകൾക്ക് മുമ്പ് മസ്ജിദുൻ നബവിയിൽ വന്നിട്ട് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിലും റസൂലുള്ളാഹി പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ ദാസന് അള്ളാഹു ദുനിയാ ജീവിതവും പരലോകവും രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള തഖീർ നൽകി, തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകി. അപ്പോൾ പരലോകം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പ്രസംഗിച്ച്. അപ്പോൾ ആളുകൾക്കൊന്നും അതിൻ്റെ കാമ്പ് ഉൾക്കൊള്ളാനായില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അബൂബക്കർ എന്തിന് കരയുന്നു ചോദിച്ചപ്പോൾ, റസൂലെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾക്ക് പകരമായിട്ട് നൽകാം, നിങ്ങൾ മരിക്കരുത് എന്ന് പറയണ്ടേ. അപ്പോഴാണ് പിന്നെ അബൂ സഈദൊക്കെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടെ ആ ഒരു ദാസൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണസമയം അടുത്തിരിക്കുന്നു എന്ന് അബൂബക്കർ അത് വിശദീകരിച്ച് മനസ്സിലാക്കിയല്ലോ കൊടുത്തത് ഉണർത്തിയത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ച കാലങ്ങളിൽ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്ന അള്ളാഹുവിൻ്റെ ഈ ഒരു പിന്നെ സന്തോഷ വാർത്ത അത് ഉൾക്കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർദ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലസൗഫ്, എന്താ പിന്നെ വലസൗഫ എന്ന് പറഞ്ഞാൽ ലാ എന്നുള്ളത് ഇവിടെ തീർച്ചയായും എന്ന അർത്ഥത്തിലാണ്. വല അൻത സൗഫ യുഅതീക റബ്ബുക ഫതർദ എന്ന ആശയത്തിലാണ്. വല അൻത സൗഫ യുഅതീക ലാ, ഈ ലാ വ്യാകരണത്തിൽ ലാമുൽ ഇബ്തിദ എന്ന് പറയും.
അത് ആശയം ബലപ്പെടുത്താനാണ്. വല സൗഫ്, സൗഫ എന്ന് പറഞ്ഞാൽ വഴിയെ, യുഅ്തീക താങ്കൾക്ക് നൽകും. സൗഫ യുഅ്തീക് വഴിയെ താങ്കൾക്ക് നൽകും. റബ്ബുക്ക് താങ്കളുടെ റബ്ബ്. ഫതർദ, എന്താ ഫതർദ? അങ്ങനെ താങ്കൾക്ക് നൽകിയാൽ അപ്പോൾ താങ്കൾ പ്രീതിപ്പെടും, തൃപ്തിപ്പെടും. തർദ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടും. അപ്പോൾ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ, താങ്കളുടെ റബ്ബ് തീർച്ചയായും താങ്കൾക്ക് വഴിയെ നൽകുന്നതാണ്. ഫതർദ, അങ്ങനെ നൽകപ്പെട്ടാൽ താങ്കൾ തൃപ്തിപ്പെടുകയും ചെയ്യും. ഇവിടെ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രീതിപ്പെടുമാറ് റസൂലുള്ളാഹിക്ക് നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തത്? വലസൗഫ യുഅ്തീക എന്നാണ്, താങ്കൾക്ക് വഴിയെ നൽകുമെന്നാണ്. മനസ്സിലായില്ലേ? അതെന്താണ്? അത് കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രീതിപ്പെടുമാറുള്ള ധന്യമായ അനുഗ്രഹങ്ങളാണ് റസൂലുള്ളാഹിക്ക് നൽകുമെന്ന് പറഞ്ഞത്. അതെന്താണ്? ഈ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ എന്ന് പറഞ്ഞത് എന്താണ്? ദുനിയാവിൽ റസൂലിനെ തൃപ്തിപ്പെടുമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് കുറേ നൽകിയിട്ടുണ്ട്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ പ്രീതിപ്പെടുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? പരലോകത്തും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് ഉത്തമമാണെന്ന് പറഞ്ഞ പരലോകത്തിലും അങ്ങനെ തന്നെയാണ്. നോക്കി നിങ്ങൾ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോക കോടതിയിലേക്ക് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എങ്കിൽ, മനസ്സിലായില്ലേ, പിന്നെ ആദം നബി മുതൽ ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ വരെ അവിടെ നഫ്സി നഫ്സി എന്നാ പറയുക. എൻ്റെ നഫ്സി എന്ന് പറയും. ഓരോരുത്തരും തങ്ങളെ രക്ഷപ്പെടുത്തുന്ന വിഷയത്തിലായിരിക്കും അവരുടെ പ്രശ്നങ്ങളൊക്കെയും. മനസ്സിലായി? മഹ്ശറിൽ ഓരോരുത്തരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞിട്ട് സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വിളിയായിരിക്കും. അങ്ങനെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. യൗമ യദ്ഉ ആദമു വ അംബിയ നഫ്സി 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 നഫ്സിയ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയ ഉമ്മത്തിയ ഉമ്മത്തിയ ഖൗമിയ. മനസ്സിലായല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമായിരിക്കും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയും. ബാക്കിയുള്ളവരൊക്കെ നഫ്സി നഫ്സി എന്നാ പറയാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരലോകത്ത് മഹ്ശറിലുള്ള പദവിയാണ്. അതുകൊണ്ടാണ് ആദം നബിയുടെ അടുക്കലേക്ക് മനുഷ്യർ, ആദം സന്തതികൾ ഒന്നായിട്ട് ചെല്ലും. അവർ ഷഫാഅത്ത് നിർവഹിക്കാൻ, അവർക്ക് വേണ്ടിയിട്ട്, വിചാരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷഫാഅത്ത് നിർവഹിക്കുവാൻ. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ ബഷർ എന്ന നിലക്കാണ് ചെല്ലുക. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക്, അല്ലെങ്കിൽ നോഹ് നബിയുടെ അടുക്കലേക്ക്, ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് ഇങ്ങനെയാണ് പിന്നെ ആളുകൾ പോവുക. ആദം നബി നോഹിൻ്റെ അടുക്കലേക്ക് പോകാൻ പറയും, നോഹ് ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് പോകാൻ പറയും, ഇബ്രാഹിം നബി മൂസായുടെ അടുക്കലേക്ക് പോകാൻ പറയും, മൂസ ഈസായുടെ അടുക്കലേക്ക് പോകാൻ പറയും. ഇതിൽ ആദം നബി അബുൽ ബഷറാണ്, എല്ലാവരുടെയും പിതാവാണ്. നൂഹും ഇബ്രാഹിമും മൂസയും ഈസയും ഉലുൽ അസ്മിൽപ്പെട്ടവരാണ്. ഈ ഉലുൽ അസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംബിയ മുർസലിങ്ങളിൽ ഏറ്റവും മുതിർന്ന, ഏറ്റവും ഉന്നതമായ പദവിയാണ് ഉലുൽ അസ്മ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അവർ വരെ പറയുന്നത് എന്താണ്? പിന്നെ ഷഫായത്തിന് ഞങ്ങളില്ല എന്നാണ്, ഞങ്ങൾ ഷഫായത്ത് പറയാനില്ല എന്നാണ്. അവസാനം ആരുടെ അടുക്കലേക്കാണ് ചെല്ലുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ റസൂലുള്ള പറയും അനലഹ, അനലഹ, ഷഫായത്ത് നിർവഹിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹു അനുവാദം നൽകുമ്പോൾ ഷഫായത്ത് പറയും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഉണ്ടോ? മനുഷ്യരൊന്നടങ്കം ഭീതിയിൽ, പേടിയിൽ, അബുൽ ബഷർ ആദം നബി പേടിയിൽ, ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ പേടിയിൽ. പക്ഷേ ആ മഖാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ നിർഭയത്വത്തിൽ അള്ളാഹുവിനോട് ഷഫാഅത്തിന് അർത്ഥിക്കുന്ന, അള്ളാഹു അനുവാദം നൽകുമ്പോൾ ഷഫാഅത്ത് നിർവഹിക്കുന്ന സ്ഥിതിവിശേഷം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അസ റബ്ബുക അൻ യബ്അസക മഖാമൻ മഹ്മൂദ, സ്തുത്യർഹമായ ഒരു മഖാമിലേക്ക് അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അന്ത്യനാളിൽ സ്തുത്യർഹമായ ഒരു മഖാമിലേക്ക്, സ്ഥാനത്തേക്ക് അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ അവിടെ ഷഫാഅത്തിന് ആർക്കാണ് അവകാശം ഉണ്ടാകുക? അള്ളാഹു അനുവാദം നൽകുക റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ എല്ലാ നബിമാർക്കും ഹൗദ് ഉണ്ടാവും. ഓരോ നബിമാരും ഹൗദിൽ നിന്ന് വെള്ളം കൊടുക്കും. മനസ്സിലല്ലേ? ഏറ്റവും ആദ്യം ഹൗദിൻ കരയിലെത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. നബി ആയിരിക്കും എല്ലാവരെയും മുൻകടന്ന് ഹൗദിൻ കരയിലെത്തുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായിരിക്കും ഏറ്റവും കൂടുതൽ ഹൗദിൻ കരയിൽ വരും ചെയ്യുക. അള്ളാഹു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ, മനസ്സിലായില്ലേ, അവർ പിന്നെ മുഖവും
ഉദുവിൻ്റെ അവയവങ്ങൾ കൈക്കാലുകളും വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആ വിശേഷണം കണ്ട് അവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വെള്ളം നൽകുന്നതാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരണക്കപ്പുറം സ്വർഗ്ഗ കവാടം ആദ്യം മുട്ടുന്നത് പ്രവാചകനാണ്. ആദ്യം സ്വർഗ്ഗ കവാടം മുട്ടുന്ന ആരാ? ആ റസൂലുള്ളാഹിയാണ്. സ്വർഗ്ഗ കവാടം തുറക്കാനുള്ള ഷഫാഅത്ത് അത് നിർവഹിച്ചാൽ സ്വർഗ്ഗ കവാടം തുറന്നു കൊടുക്കലും റസൂലുള്ളാഹിക്കാണ്. അതാണ് റസൂലുള്ള പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആതി ബാബൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലിൽ ഞാൻ ചെല്ലും, എന്നിട്ട് സ്വർഗ്ഗ കവാടം മുട്ടും. അപ്പോൾ മൻ എന്ന് ചോദിക്കും. അപ്പോൾ അന മുഹമ്മദ് എന്ന് പറയും. അപ്പോൾ സ്വർഗ്ഗ കവാടത്തിന് കാവൽ നിർത്തിയ മലക്ക് പറയും, ബിക ഉമിർത്തു, നിങ്ങൾക്ക് തുറക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആദ്യമായിട്ട് സ്വർഗ്ഗ കവാടം തുറക്കലായിരിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരിക്കും. മനസ്സിലായി? സ്വർഗത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചാണ് വസീലയും ഫദീലയും. അത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനമാണ്. സ്വർഗത്തിൻ്റെ മധ്യത്തിൽ ഏറ്റവും ഉച്ചിയിൽ ഉന്നത സ്ഥാനമാണ് അൽ വസീല അൽ ഫദീല. മനസ്സിലായി? അതൊരാൾക്ക് അർഹിക്കുന്നതാണ്. അതാരാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, പിന്നെ സ്വർഗത്തിൽ പ്രവേശിച്ച പാപികളെ ശുപാർശ പറഞ്ഞ് പുറത്തിറക്കാൻ അതിൽ വലിയ വിഹിതം റസൂലുള്ളാഹിക്കാണ്. നരകത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ട് നരകത്തിലേക്ക് പോകുന്നവരിൽ പലരെയും ശുപാർശ പറഞ്ഞിട്ട് സ്വർഗത്തിലേക്കാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം അരുളുമ്പോൾ വലിയൊരു വിഹിതം റസൂലുള്ളാഹിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഫാഅത്തിന് അവകാശം. നരകത്തിൽ പ്രവേശിച്ചവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ശുപാർശ പറയുവാൻ അള്ളാഹു തൃപ്തിപ്പെട്ട അനുവാദം നൽകുമ്പോൾ വലിയൊരു വിഹിതം ആർക്കായിരിക്കും? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരിക്കും. അപ്പോൾ അതാണ് വലസൗഫ യുഅ്തീക് റബ്ബുക്, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകും. ഫതറല്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? തൃപ്തിപ്പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാകുന്നതിന് മുമ്പ് നൽകിയ അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുകയാണ്, എടുത്തുദ്ധരിക്കുകയാണ്. എന്തിന്? നബിയാകുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ അള്ളാഹു കൈയൊഴിച്ചിട്ടില്ല. നബിയാകുന്നതിന് മുമ്പ് റസൂലുള്ളാഹിയെ ആര് കൈയൊഴിച്ചിട്ടില്ല? അള്ളാഹു കൈയൊഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നബിയായ റസൂലിനെ എങ്ങനെയാണ് കൈയൊഴിക്കുക? അതുണ്ടാവുക? അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. അലം യജിദിക് യതീമൻ ഫആവ വവജദക ضالൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന. ഇതാണ് ചോദ്യങ്ങൾ. എന്താ ഇത്? അലം യജിദിക, എന്താ അലം യജിദിക എന്ന് പറഞ്ഞാൽ താങ്കളെ അവൻ കണ്ടില്ലേ എന്നാണ്. അവൻ കണ്ടില്ല എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടില്ലേ എന്നാണ്. താങ്കളെ അള്ളാഹു കണ്ടില്ലേ? എങ്ങനെ കണ്ടില്ലേ? യതീമായിട്ട്. ഫആവ, എന്താ ഫആവ? യതീമായിട്ട് കണ്ടു. അപ്പോൾ ആവ എന്ത് ചെയ്തു? അള്ളാഹു അഭയമേകി. ആവ എന്ന് പറഞ്ഞാൽ ഈവ, അഭയം നൽകി. ആവ. ഈ അലം യജിദിക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിന് നേരെ വിപരീത ആശയാണ് ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ അലം യജിദിക എന്ന് പറഞ്ഞാൽ വജദക്ക എന്നർത്ഥം. ഖദ് വജദക്, തീർച്ചയായും താങ്കളെ കണ്ടിരിക്കുന്നു എന്ന ആശയത്തിൽ. അപ്പോൾ അലം യജിദിക, താങ്കളെ കണ്ടില്ലേ? യതീമായിട്ട്. ഫആവ, അപ്പോൾ അവൻ അള്ളാഹു അഭയം നൽകി. ആർക്കാ അഭയം നൽകിയത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. വജദക, താങ്കളെ അവൻ കാണുകയും ചെയ്തു. ضالൻ എന്ന് പറഞ്ഞാൽ പിന്നെ അറിവില്ലാത്ത ആള്, അറിവില്ലാത്തവൻ. ضالൻ എന്ന് പറഞ്ഞാൽ ഗൈർ ആലിം വഴിയാത്തവന് പറയും ضلالത്ത്. ضال എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല അർത്ഥങ്ങൾക്ക് പ്രയോഗിക്കും. പിന്നെ ഗൈർ ആലിം, അറിവില്ലാത്തവൻ. അതേപോലെ തന്നെ ضال എന്ന് പറയും വഴി തെറ്റിയവൻ. കുറേ വഴികളിൽ ഒരാൾ വഴി അറിയാതെ നിൽക്കുമ്പോൾ അയാൾക്ക് ضال എന്ന് പറയും. അതേപോലെ തന്നെ ضال എന്ന് പറയും പിഴച്ചാൾക്ക് പറയും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം
ഈജിപ്തിൽ ചെറുപ്രായക്കാരനായിരിക്കെ ഒരു കോപ്റ്റിക് വംശജനെ കൊന്ന സംഭവം ഉണ്ടല്ലോ. കോപ്റ്റിക് വംശജനെ കൊന്ന സംഭവമുണ്ട്. കോപ്റ്റിക് വംശജൻ ചാകാൻ വേണ്ടിയിട്ട് കുത്തിയല്ല, പിന്നെയോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശത്രുവാണ് ഈ കോപ്റ്റിക് വംശജൻ. ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. ഈജിപ്തിൻ്റെ സാഹചര്യത്തിൽ കോപ്റ്റിക് വംശജൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് എങ്കിൽ ആരാ മർദിതൻ, ആരാ മർദ്ദകൻ? മർദ്ദകൻ കോപ്റ്റിക് വംശജനാണ്. മർദിതൻ എപ്പോഴും ഇസ്രായേലിയനാണ്. കാരണം അവരുടെ അടിമകളെ പോലെയാണ് ആര്, പിന്നെ ഇസ്രായേലിയൻ. മനസ്സിലല്ലേ? അപ്പോൾ ഇസ്രായേലിയനും കോപ്റ്റിക് വംശജനും തമ്മിൽ പ്രശ്നത്തിലാണ്. അപ്പോൾ എന്ത് ചെയ്ത്, പിന്നെ ഇവനെ ദൂരപ്പെടുത്താൻ വേണ്ടിയിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇടി അയാളുടെ മരണത്തിൽ കലാശിച്ചു. കോപ്റ്റിക് വംശജനെയാണ് എന്ത് ചെയ്ത് ഇടിച്ചത്. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിൽക്കാതിരിക്കുന്നേ ഭേദം. മനസ്സിലല്ലേ? ഇത് തെളിഞ്ഞ് മൂസയാണ് ഇടിച്ചത്, ഇയാൾ മരിക്കാൻ കാരണം മൂസയാണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഫറോവൻ്റെ ആളുകൾ മൂസയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ആ വിവരം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയപ്പോഴാണ് എന്ത് ചെയ്ത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തടി സലാമത്താക്കി ഈജിപ്തിൽ നിന്ന് മദിയൻ ദേശത്തിലേക്ക്. പിന്നെ നുബുവത്ത് കിട്ടിയിട്ട് മടങ്ങി, ഈജിപ്തിലേക്ക് മടങ്ങി. ഫിർഔനോട് എന്ത് ചെയ്യണം? ദഅവത്ത് നടത്തണം. ഫിർഔനോട് ദഅവത്ത് നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഫിർഔൻ്റെ കൊട്ടാരത്തിലെത്തി മൂസയും ഹാറൂനും ഫിർഔന് ദഅവത്ത് നടത്തുമ്പോൾ ഫിർഔൻ ഇതെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഫഅൽത ഫഅലതകല്ലതി ഫഅൽത്, പണ്ട് നീ ചെയ്ത ആ ചെയ്തി അത് ഓർക്കണില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേതാ ചെയ്തി? അതാ ഇസ്രായേലിനെ കൊന്നതാണ്. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് ഫഅൽതുഹ, പിന്നെ ഞാൻ അന്ന് അത് പ്രവർത്തിച്ചു, അന്ന് ഞാൻ മിനദ്ദാല്ലീൻ എന്ന് പറയുന്നുണ്ട്. എന്താ ദ്വാല്ലീൻ എന്ന് പറഞ്ഞാൽ? വൈകേടിൽ എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ അറിവില്ലാത്തവൻ എന്ന അർത്ഥത്തിലാണ്. അറിവില്ലാത്തവരുടെ കൂട്ടത്തിലായിരുന്നു അന്ന് ഞാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇവിടെ ദ്വാൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വവജദക, താങ്കളെ കാണുകയും ചെയ്തു. എങ്ങനെ? വാല്ലൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവനായി, അല്ലെങ്കിൽ വഴി അറിയാത്തവനായി. ജാഹിലിയത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി ഇവിടെ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുത്തെ അവസ്ഥ എന്താ? ഭൗതിക സാഹചര്യം, മക്കയുടെ ഭൗതിക സാഹചര്യം അന്ധകാരാണ്, വഴികേടുകൾ ധാരാളമാണ്. വഴികേടുകൾ നിറഞ്ഞ മക്കയിൽ വഴികേടിൻ്റെ വഴികൾ ധാരാളമാണ്. ഏത് വഴി എന്നറിയാത്തൊരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ വജദക ളാല്ലൻ, വഴി അറിയാത്തവനായി അല്ലെങ്കിൽ അറിവില്ലാത്തവനായി അള്ളാഹു താങ്കളെ കണ്ടു. ഫഹദ, അപ്പോൾ അള്ളാഹു താങ്കൾക്ക് എന്ത് ചെയ്തു? ഹദ എന്നാണ് വഴി കാണിച്ചു, മാർഗം കാണിച്ചു. എങ്ങനെയാണ് മാർഗം കാണിച്ചത്? നബിയാക്കി, റസൂലാക്കി, ഖുർആൻ ഇറക്കി, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചു. വവജദക ആയിലൻ ഫഅഗ്ന, എന്താ വവജദക? അള്ളാഹു താങ്കളെ കണ്ടു. ആയിലൻ എന്ന് പറഞ്ഞാൽ ഫക്കീറൻ, ദരിദ്രൻ. ആയിൽ എന്ന് പറയും ദരിദ്രൻ, അന്യാശ്രയക്കാരൻ എന്ന അർത്ഥത്തിന് പറയും, ഫക്കീർ എന്ന അർത്ഥത്തിന് പറയും. വൈൻ ഖിഫ്തും ഐലതൻ ഫസയുഗ്നീകുഹുമുള്ള, നിങ്ങൾ ഐലത്തിനെ ഭയക്കുകയാണെങ്കിൽ, ഐലത്ത് എന്ന് പറഞ്ഞാൽ ഫഖർ, ദാരിദ്ര്യം. അതിന് ഒന്നാണ് ആയിൽ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ. വജദക, അള്ളാഹു താങ്കളെ കാണുകയും ചെയ്തു. ആയിലൻ, ദരിദ്രനായി. ഫഅഗ്ന, ദരിദ്രനായിട്ട് നിങ്ങളെ കണ്ടപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് അഗ്ന എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യമേകി, ഐശ്വര്യം നൽകി, ധന്യത നൽകി. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കി, നിങ്ങൾ യതീമായിട്ടാണ് അള്ളാഹു കണ്ടത്, അഭയം നൽകി. വഴി അറിയാത്തവനായി, അറിവില്ലാത്തവനായി കണ്ടു. നിങ്ങൾക്ക് വഴി കാണിച്ചു. നിങ്ങളെ ഫക്കീറായിട്ട് കണ്ടു, നിങ്ങൾക്ക് ഐശ്വര്യം ഏകി. ഇതൊക്കെ എപ്പോഴാണ്? റസൂലുള്ളാഹിൻ്റെ 40 വയസ്സ് അതിനു മുമ്പുള്ള അവസരത്തിലാണ് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായത്. അള്ളാഹു പറയുന്നത് അന്ന് വരെ നിങ്ങളെ കൈയൊഴിച്ചിട്ടില്ല, പിന്നല്ല ഈ മക്കക്കാർക്ക് ഇന്നത് പറഞ്ഞടക്കാൻ ഇന്ന് കൈയൊഴിക്കൽ, അതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജനിച്ചത് എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് യതീമായിട്ടാണ്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന ബിന്തു വഹബ്. അബ്ദുള്ള ഇബ്നു അബ്ദുൽ മുത്തലിബിൻ്റെയും ആമിന ബിന്തു വഹബിൻ്റെയും മകനായിട്ടാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പൂജാതനാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനാകുമ്പോൾ അബ്ദുള്ള മരണപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിൻ്റെ 6 മാസം മുമ്പേ എന്ന് ചരിത്രത്തിൽ പലതിലും കാണാം. അബ്ദുള്ള, പിന്നെ ആമിന ബിന്തു വഹബ് റസൂലുള്ളാഹിനെ ഗർഭം ചുമന്ന ആ നാളിൽ
പിന്നെ അബ്ദുള്ള എന്ത് ചെയ്ത് ഒരു കച്ചവട സംഘത്തെ നയിച്ച് സിറിയയിലേക്ക് പോകുന്ന വഴിയെ യസ്രിബിൽ വെച്ച്, മദീനയിൽ വെച്ച് യസ്രിബിൽ പിന്നെ നാബിഗത്ത് ദുബിയാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തന്നെ, പിന്നെ വീട്ടിൽ വെച്ചിട്ട് പിന്നെ അദ്ദേഹം ഈ അബ്ദുള്ള രോഗിയായി മാറുകയും അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനാകുമ്പോൾ റസൂലുള്ള യതീമാണ്, മനസ്സിലല്ലേ? ജനിക്കുമ്പോൾ തന്നെ യതീമാണ്. പിന്നെ യതീമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരുന്നത്. പക്ഷേ യതീമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനായി വളരുന്നതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവ എന്താ ഈവാ നൽകി. ഈവാ എന്ന് പറഞ്ഞാൽ എന്താ? അഭയം നൽകി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ അഭയം പിന്നെ ആമിന ബിന്തു വഹബ് ഉമ്മ ഏറെ കാരുണ്യവതിയായിരുന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുള്ള വിട്ടയച്ച ഒരടിമ ഉണ്ടായിരുന്നു. അടിമ, അതാണ് ഉമ്മു ഐമൻ എന്ന് പറയുന്ന ബറക്ക. ഉമ്മു ഐമൻ എന്ന് പറയുന്ന ബറക്ക, മനസ്സിലല്ലേ? വളരെ അധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാത്സല്യത്തിൽ വളർത്തിയിരുന്ന മഹദിയാണ് ഈ ബറക്ക എന്ന് പറയുന്ന ഉമ്മു ഐമൻ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പ, എന്താ വല്യാപ്പ? അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹിനെ വളരെ ആദരപൂർവ്വം വളർത്തി ആര്? അബ്ദുൽ മുത്തലിബ്. അതുകൊണ്ടാണ് പിന്നെ സഅദിയയിൽ ഹലീമ സഅദിയയുടെ മുലപ്പാൽ കുടിച്ച് വളരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്? പിന്നെ നബി കുടുംബം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും കുടുംബവും ഹലീമയെ ഏൽപ്പിച്ചത്. അങ്ങനെയാണ് അന്നത്തെ പതിവ്. ഖുറൈശികൾ അവരുടെ മക്കളെ അവർ ഗ്രാമത്തിലേക്കാണ് എന്ത് ചെയ്യുക? ചെറു പ്രായത്തിൽ ശൈശവത്തിൽ ഗ്രാമത്തിലേക്ക് വിടും. അങ്ങനെ ആ ഗ്രാമീണതയുടെ പ്രകൃതിയിലും അതേപോലെ തന്നെ ഗ്രാമീണ സ്ത്രീകളുടെ മുലപ്പാൽ കുടിച്ച് വളരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ഖുറൈശികൾ അവരുടെ കുട്ടികളെ വിടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പല്ല. അതുകൊണ്ട് തന്നെ ആ ഗ്രാമീണതയുടെ വളർച്ചയും അവിടെയുള്ള മുലപ്പാലും റസൂലുള്ളാഹിക്ക് നിഷേധിക്കപ്പെടുന്ന സ്വഭാവം ഉണ്ടാകുക സാധാരണ യതീമാകുമ്പോൾ. പക്ഷേ അത് റസൂലുള്ളാഹിക്ക് ഒരിക്കലും നിഷേധിക്കപ്പെട്ടില്ല. 4 വയസ്സ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദിയയിൽ ഹലീമ സഅദിയയുടെ മുലപ്പാൽ കുടിച്ച് വളരുകയാണ് ഉണ്ടായത്. പിന്നീട് പിന്നെ റസൂലുള്ളാഹിയെ അവിടുന്ന് മാതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ച് കൊണ്ടുവരാനായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത് അവിടെ പിന്നെ മലക്കുകളെ ഇറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ റസൂലുള്ളാഹിയെ പിടിച്ച് കിടത്തിയിട്ട് മലക്കുകൾ നെഞ്ചു പിളർത്തിയ സംഭവം ഉണ്ടല്ലോ, അത് അരങ്ങേറി ഹലീമ സഅദിയ കുട്ടിയെ എന്ത് ചെയ്ത് ആമിനക്ക് തിരിച്ചു നൽകി, മനസ്സിലായി? പിന്നെ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ബിന്തു വഹബിനോടൊപ്പം അതേപോലെ തന്നെ പിതൃമഹാനോടൊപ്പം അവരോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 വർഷം കഴിഞ്ഞ് ആമിന ബിന്തു വഹബിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയി. അന്ന് യസ്രിബിലേക്ക് പോയി. അന്ന് മദീനയുടെ പേര് യസ്രിബാണ്. യസ്രിബിലേക്ക് പോയി. യസ്രിബിൽ നിന്ന് തിരിച്ചു മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആമിന ബിന്തു വഹബ് മരണപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് തീർത്തും വീണ്ടും യതീമായി. പിന്നെ അബ്ദുൽ മുത്തലിബിലേക്ക് സംരക്ഷണം വന്നു. പൂർണ്ണമായിട്ട് അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്ത് 6-ാം വയസ്സിൽ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്ത് 8 വയസ്സ് വരെ അബ്ദുൽ മുത്തലിബ് വളർത്തി. അബ്ദുൽ മുത്തലിബ് വളരെ പിന്നെ ശ്രദ്ധയിൽ തീർത്തും ബഹുമാനത്തിലായിരുന്നു ആരെ വളർത്തിയിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളർത്തിയിരുന്നത്. ആ സംരക്ഷണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8-ാമത്തെ വയസ്സിൽ തീർന്നു. കാരണം അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിൻ്റെ 8-ാമത്തെ വയസ്സിൽ മരിച്ചു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം പിന്നെ അബൂ താലിബിനായി. അബൂ താലിബ് പിതൃവ്യനാണ്. അബ്ദുള്ളാഹിയുടെ സഹോദരനാണ് അബൂ താലിബ്. അബൂ താലിബാണ് 8-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തത്, മനസ്സിലായി? അബൂ താലിബിന് മക്കളുണ്ടായിരുന്നു. അലി, ജാഫർ, അഖീൽ, പിന്നെ അതേപോലെ തന്നെ ഉമ്മുഹാനി. ഇവരൊക്കെ അബൂ താലിബിന് വേറെയും മക്കളുണ്ട്. കുടുംബ പ്രാരാബ്ദമുള്ള ആളായിരുന്നു അബൂ താലിബ്. പക്ഷേ എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയായിരുന്നു സ്വന്തം മക്കളേക്കാൾ ആര് വളർത്തിയിരുന്നത്? അബൂ താലിബ് വളർത്തിയിരുന്നത്. എല്ലാ മക്കളെയും ഉറക്കി കിടത്തിയിട്ടുണ്ട് എങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന മക്കളിൽ നിന്ന് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തു കൊണ്ടുവന്നിട്ട് തൻ്റെ അടുത്ത് കിടത്തിയിട്ടായിരുന്നു അബൂ താലിബ് വളർത്തിയിരുന്നത് എന്നാണ് ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭയം നൽകുവാൻ ഈ ദുനിയാവിൽ നിശ്ചയിച്ച കാര്യകാരണങ്ങളാണ്, മനസ്സിലായോ? അതേപോലെ അതുകൊണ്ട് തന്നെ യതീമായിട്ട് ആ വളർന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യതീം അനുഭവിക്കുന്ന അങ്ങനത്തെ ഉണ്ടല്ലോ പിന്നെ പ്രയാസങ്ങൾ, ഒരു സംരക്ഷകൻ, ഒരു പിതാവ് ഇല്ലാത്തതിൻ്റെ ആ ഒരു ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ വജദകം ളാല്ലൻ, വഴി അറിയാത്തവനായി അല്ലെങ്കിൽ അറിവില്ലാത്തവനായി അള്ളാഹു കണ്ടു എന്നാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മാ കുൻത തത്ലൂ മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്. റസൂലുള്ള ഒരു കിതാബ് വായിക്കുമായിരുന്നില്ല.
വലത് കൈകൊണ്ട് റസൂലുള്ള എഴുതുമായിരുന്നില്ല. അള്ളാഹു വേറെടുത്ത് പറയുന്നുണ്ട്, വഅല്ലമക മാലം തകുൻ താലം, വഅല്ലമക്, അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചു, മാലം തകുൻ താലം, നിങ്ങൾക്ക് അറിയാതിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയുമായിരുന്നില്ല. റസൂലുള്ളാഹിൻ്റെ പ്രത്യേകത, റസൂലുള്ള ഉമ്മിയായിരുന്നു. എന്താ ഉമ്മി പറഞ്ഞാൽ? ഉമ്മി പറഞ്ഞാൽ നിരക്ഷരൻ ഉണ്ടോ, അതാണ്. ളൻ എന്ന് പറഞ്ഞാൽ അതാണ്. അറിവില്ലാത്ത ആളായിരുന്നു. റസൂലുള്ള വായിക്കുമായിരുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതുമായിരുന്നില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് വഴി കാണിച്ചു. റസൂലുള്ളാഹിക്ക് വഴി കാണിച്ചു. അങ്ങനെ വഴി കാണിച്ചപ്പോൾ ഇന്നലകളിൽ അറിവില്ലാതിരുന്ന ആ പ്രവാചകൻ നാളെയുടെ ലോകത്തിന് മുഴുവൻ മാർഗദർശിയായിട്ട് പരിണമിച്ചു, മാറി. മനസ്സിലായില്ല? അതാണ് വവജദക ളാല്ലൻ ഫഹദ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകിയതായ സ്ഥാനമാണ്, പരിഗണനയാണ്. ആ റസൂലുള്ളാഹിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്ത്? അള്ളാഹു റസൂലുള്ളാഹിനെ കയ്യൊഴിച്ചിരിക്കുന്നു. അപ്പോൾ അവർ കൂടി അനുസ്മരിക്കാൻ, ഓർക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണുകയാണ്. അതേപോലെ വജദക ആയിലൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത്, വജദക, താങ്കളെ ഞാൻ കണ്ടു, ആയിലൻ, ഫഖീറൻ, ദരിദ്രനായിട്ട്. റസൂലുള്ളാഹി ഫഖീറായിരുന്നു. പക്ഷേ ഫഅഗ്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യം നൽകി, ഐശ്വര്യം നൽകി. എന്താ ഈ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ? ഖിന എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്. ഖിന മനസ്സിൻ്റെ ഖിന ഉണ്ട് അല്ലേ, ഖിനൻ നഫ്സ്. പിന്നെയോ ഖിനൽ മാൽ. മനസ്സിൻ്റെ ഐശ്വര്യവും സമ്പത്തിൻ്റെ ഐശ്വര്യവും ഉണ്ട്. അള്ളാഹു പറയാണ്, താങ്കളെ ദരിദ്രനായിട്ട് അള്ളാഹു കണ്ടു, ഫഅഗ്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഐശ്വര്യം നൽകി. ഐശ്വര്യം നൽകി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് നിലക്കുള്ള ഐശ്വര്യമാണ്. ഒന്ന് മനസ്സിൻ്റെ ഐശ്വര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐശ്വര്യം, ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അൽ ഖിന ഖിനൻ നഫ്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിൻ്റെ ഐശ്വര്യമാണ് ഐശ്വര്യം, അല്ലാതെ വലൈസ ഖിനൽ അർദ്, എന്തല്ല നോട്ടുകെട്ട എണ്ണയിലല്ല ഐശ്വര്യം, അതാണ്. പിന്നെയോ മനസ്സിനുണ്ടാകുന്ന ഐശ്വര്യം, അതാണ് ഐശ്വര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അളവറ്റ രീതിയിൽ ലഭിച്ചിരുന്ന ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ ഖിനൽ മാൽ, സമ്പത്തിൻ്റെ ഐശ്വര്യം, അതും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാല്യം പിന്നിട്ടു. ബാല്യത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടുകളെ മേക്കുമായിരുന്നു ഖുറൈശികൾക്ക്. അവർ കൊടുക്കുന്നതായ നാണയത്തുട്ടുകൾ പകരം പ്രതിഫലമായി വാങ്ങിയിട്ട്. റസൂലുള്ളാഹി ബാല്യം പിന്നിട്ട് യൗവനത്തിൽ സിറിയയിലേക്ക് പിതൃ സഹോദരനോടൊപ്പം കച്ചവട സംഘത്തെ നയിച്ചു പോകുമായിരുന്നു. മനസ്സിലല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയൊരു വലിയ ഭാഗ്യമാണ് ഖദീജ ബിൻത് ഖുവൈലിദിൻ്റെ കച്ചവട സംഘത്തെ നയിക്കാനുള്ള അവസരം നൽകിയത്. ഖദീജ ബിൻത് ഖുവൈലിദിൻ്റെ കച്ചവട സംഘത്തെ നയിക്കാൻ അവസരം നൽകിയത്. ഖദീജ ബിൻത് ഖുവൈലിദ് അവർ കുലീനയായിരുന്നു. അങ്ങനെയുള്ള മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൻ്റെ കച്ചവടത്തിൻ്റെ നായകനും അതേപോലെ തന്നെ നടത്തിപ്പുകാരനുമായിട്ട് നിശ്ചയിച്ച്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസ്യതയും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അമാനത്ത് നിർവഹണത്തിലുള്ള കൃത്യതയും ഖദീജ ബിൻത് ഖുവൈലിദിൻ്റെ കച്ചവടത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. ആ ഭാര്യയായി സ്വീകരിച്ചതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഖദീജ റളിയല്ലാഹു തആലാൻ്റെ ഔദാര്യം മാത്രമല്ല, പിന്നെ റസൂലുള്ളാഹിൻ്റെ അധ്വാനം കൂടിയുണ്ട്. മനസ്സിലായി? റസൂലുള്ളാഹിൻ്റെ അമാനത്തും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൃത്യതയും ഒക്കെയാണ് എന്ത് ചെയ്തത്? വലിയ അഭിവൃദ്ധി കച്ചവടത്തിൽ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു തആലാനെ റസൂലുള്ളാഹിയെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ അത് റസൂലുള്ളാഹിക്കുള്ള പ്രതിഫലം കൂടിയാണ്. കാരണം എന്താണ്? അവരെ ആ ദർജയിലേക്ക് ഉയർത്തിയത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കച്ചവടത്തിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ സഹായിയായിരുന്ന മൈസറ എന്ന് പറയുന്ന വ്യക്തി റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ അഭിവൃദ്ധി എന്ന് ഖദീജ റളിയല്ലാഹു തആലാനെ ചോദിച്ചപ്പോൾ മൈസറ പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനത്തും അതേപോലെ തന്നെ ഈ കച്ചവടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുതാര്യതയും ഒക്കെയാണ്. അപ്പോൾ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ ഫഖീറായിട്ട് കണ്ടു. റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിന നൽകി, ഐശ്വര്യം നൽകി. ഏറ്റവും അഭിവൃദ്ധിയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി നൽകിയത് ഖിനൻ നഫ്സാണ്. പിന്നെ ഖിനൽ മാലു, സമ്പത്തും. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ വഅമ്മ ബിനിഅമതി റബ്ബിക
ഫഹദ്ദിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് പറയുന്നത് ഫഅമ്മ അൽ യതീമ ഫലാ തഖ്ഹർ എന്ന് പറഞ്ഞാൽ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ അറിയുകയും അത് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അതാണ് നിങ്ങളെ യതീമായി കണ്ടു എന്നല്ലേ, നിങ്ങളെ ദലാലത്തിൽ കണ്ടു എന്നല്ലേ, നിങ്ങളെ ആയിലായിട്ട് കണ്ടു എന്നല്ലേ, അതൊക്കെ നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും അത് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഫഅമ്മൽ യതീം, എന്നാൽ യതീമിനെ ഫലാ തഖ്ഹർ. എന്താ ഫലാ തഖ്ഹർ? നിങ്ങൾ അടക്കി ഭരിക്കരുത്, അല്ലെങ്കിൽ അടക്കി ഒതുക്കരുത്. അതാണ് ഖഹറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗലബ, അതല്ല എന്നൊക്കെ അർത്ഥം. മേൽക്കോയ്മ നേടുക, തരം താഴ്ത്തുക. അതാണ് അമ്മൽ യതീം, എന്നാൽ യതീമിനെ ഫലാ തഖ്ഹർ, താങ്കൾ എന്ത് ചെയ്യരുത്? അവൻ്റെ മേൽക്കോയ്മ നേടരുത്, അവനെ ഒതുക്കരുത് എന്നർത്ഥത്തിൽ. ഈ ഖഹർ എന്ന് പറഞ്ഞാൽ ഖഹർ എന്ന് പറഞ്ഞാൽ എന്താ? ഖഹർ എന്ന് പറഞ്ഞാൽ ഗലബത്താണ്, മറ്റുള്ളവരെ അതിജയിക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കീഴിലൊരു അധമനായിട്ട് കഴിയുന്നതിനാണ് ഖഹർ എന്ന് പറയുക. റസൂലുള്ള എപ്പോഴും ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹരി റിജാൽ. എന്താ ഗലബത്തി ദൈൻ? കടം വന്ന് മൂടുന്നതിൽ നിന്നും, വ ഖഹരി റിജാൽ, അന്യർ മേൽക്കോയ്മ നേടി അവരുടെ ഒരു അടിമയായി ജീവിക്കാറില്ലേ, അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു. അതാണ് ഫഅമ്മൽ യതീം, എന്നാൽ യതീമിനെ ഫലാ തഖ്ഹർ, താങ്കൾ എന്ത് ചെയ്യരുത്? അടിച്ചൊതുക്കരുത്, അല്ലെങ്കിൽ അവനെ അതല്ല എന്ന് പറഞ്ഞാൽ എന്താ, ഇതിലാൽ നിന്ദിക്കരുത്. വ അമ്മ സായിൽ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നവൻ. വ അമ്മ സായിൽ, എന്നാൽ ചോദിക്കുന്നവൻ അവനെ ഫലാ തൻഹർ. എന്താ ഫലാ തൻഹർ? നിങ്ങൾ അവനെ വിരട്ടരുത്, ദൂരപ്പെടുത്തരുത്. ഫലാ തൻഹർ, താങ്കൾ അവരെ ദൂരപ്പെടുത്തരുത്, വിരട്ടരുത്. വ അമ്മ ബിനിഅമതി റബ്ബിക് ഫഹദ്ദിസ്. വ അമ്മ ബിനിഅമതി റബ്ബിക്, അതാ അമ്മ എന്നാൽ ബിനിഅമതി റബ്ബിക്, താങ്കളുടെ റബ്ബിൻ്റെ നിഅമത്തിനെ എന്താണ്? ഫഹദ്ദിസ്. ഹദീസ് എന്നാൽ അതിനെക്കുറിച്ച് പറയാം. ഹദീസ് എന്നാൽ പറയാം, അതിനെക്കുറിച്ച് പറയുക. അപ്പോൾ വ അമ്മ ബിനിഅമതി റബ്ബിക, താങ്കളുടെ റബ്ബിൻ്റെ നിഅമത്തിനെ കുറിച്ച്, ഈ നിഅമത്തിൻ്റെ വിഷയത്തിൽ ഫഹദ്ദിസ്, താങ്കളത് പറയുക. അത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ റസൂലുള്ള യതീമായിരുന്നു, അള്ളാഹു അഭയം നൽകി അല്ലേ. റസൂലുള്ള വഴി അറിയാത്തവനായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചു. റസൂലുള്ള ഫക്കീറായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ നിഅമത്തേകിയിട്ട് റസൂലുള്ളാഹിക്ക് സമ്പത്ത് നൽകി, ഐശ്വര്യം നൽകി. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നൽകിയ അനുഗ്രഹത്തിന് തത്തുല്യമായ വിഷയങ്ങളിൽ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. യതീമിനെ കണ്ടിട്ടുണ്ടെങ്കിൽ യതീമിനെ ഒരിക്കലും ലാ തഖ്ഹർ, നിങ്ങൾ അവരെ മേൽ ഭരണം നടത്തരുത്. യതീമിന് ആരുമില്ല എന്ന് വിചാരിച്ചിട്ട്, വാപ്പല്ലാത്തവനെ വിചാരിച്ചിട്ട് അവൻ്റെ മേൽക്കോയ്മ നേടാനും അവനെ മാനം കെടുത്താനും പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിൻ്റെ ഉപദേശം കേട്ടുതന്നെയാണ്. റസൂലുള്ളാഹിൻ്റെ കീഴിൽ ധാരാളം യതീമുകൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച സ്ത്രീകളുണ്ടല്ലോ, അവർക്കൊക്കെ മക്കളുണ്ടായിരുന്നു. ആ മക്കളൊക്കെ യതീമുകളായിരുന്നു. റസൂലുള്ളാഹിയാണ് അവരെ സംരക്ഷിച്ചിരുന്നത്. മനസ്സിലായി? ഉമ്മു സലമ അവരെ റസൂലുള്ള കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഉമ്മു സലമ പറയാണ്, റസൂലെ ഞാൻ ഒരു ദേഷ്യം പെട്ടെന്ന് ക്ഷിപ്രകോപിയാണ്, എനിക്ക് കുറേ മക്കളുമുണ്ട്. അപ്പോൾ റസൂലുള്ള പറയാണ്, നിങ്ങളുടെ മക്കൾ ഉമ്മു സലമ എൻ്റെ മക്കളാണ്, നിങ്ങളുടെ കോപം പോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യാം. എന്നിട്ട് ആ മക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു എന്ത് ചെയ്തിരുന്നത്? പോറ്റിയിരുന്നത്. അതേപോലെ തന്നെ വേറെയും ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ മിസ്കീന്മാരായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരിൽ ചിലരെക്കുറിച്ച്, സൈനബ് ബിന്ത് ജഹ്ഷനെക്കുറിച്ച് ഉമ്മുൽ മസാക്കീൻ, സൈനബ് ബിന്ത് ഖുസൈമയെക്കുറിച്ച് ഉമ്മുൽ മസാക്കീൻ, അത് ഉമ്മുൽ സാധുക്കൾ യതീമുകൾ മാത്രമല്ല
യതീമുകൾ ഉൾപ്പെടെയുള്ളതായ അഗതികൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഏതായാലും ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ. സായിൽ എന്ന് പറഞ്ഞാൽ ചോദിച്ചു വരുന്നവൻ, അവരെ താങ്കൾ എന്ത് ചെയ്യരുത്, വിരട്ടരുത്, ദൂരപ്പെടുത്തരുത്. ഇവിടെ ചോദിച്ചു വരുന്നവൻ ആരാ? ചോദിച്ചു വരുന്നവൻ ആരാണ്? ചോദിച്ചു വരുന്നവൻ ആര് എന്ന് പറഞ്ഞിട്ടില്ല. ചിലർ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദരിദ്രനായിരുന്നു, അള്ളാഹു ഐശ്വര്യം നൽകി. അപ്പോൾ ചോദിച്ചു വരുന്നവന് ദരിദ്രനാണ് എങ്കിൽ അവനെന്ത് ചെയ്യരുത്, അവനെ നിങ്ങൾ ദൂരപ്പെടുത്തരുത്, വിരട്ടി ഓടിക്കരുത്. ചിലർ പറഞ്ഞ് ഇവിടെ ചോദിച്ചു വരുന്നവൻ ദാലിലാണെങ്കിൽ, എൻ്റെ നാലിൽ അറിവില്ലാത്തവനാണ് എങ്കിൽ ഫലാ തൻഹർ, അവനെ ദൂരപ്പെടുത്തരുത്. ചോദിച്ചു വരുന്നത് അവന് ദീനാണ് എങ്കിൽ, ശരീഅത്താണ് എങ്കിൽ, ഇസ്ലാമാണ് എങ്കിൽ അവനെന്ത് ചെയ്യണം, അവനെ ദൂരപ്പെടുത്തരുത്, അവന് ദീന് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ വഅമ്മ സായില, ചോദിച്ചു വരുന്നവൻ ഇൽമ് ചോദിച്ചു വരികയാണെങ്കിൽ ഇൽമ് പറഞ്ഞു കൊടുക്കണം, ദൂരപ്പെടുത്തരുത്. അതേപോലെ തന്നെ ദീനിനെക്കുറിച്ച് അറിയാനാണ് എങ്കിൽ ആ ദീനെ അറിയിച്ചു കൊടുക്കണം, അവനെ പേടിപ്പിച്ച് അല്ലെങ്കിൽ അകറ്റി വിരട്ടി വിടരുത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. പല പണ്ഡിതന്മാർ ആ അർത്ഥം പറഞ്ഞിട്ട്. ചിലർ പറഞ്ഞത് ചോദിച്ചു വരുന്നത് സമ്പത്താണെങ്കിലും ഒരാൾ ചോദിച്ചു വരികയാണ് എങ്കിൽ അവനെ വിരട്ടി ഓടിക്കരുത്, ഒന്നുകിൽ അവനെ സഹായിക്കുക, അവന് അർഹനല്ല എങ്കിൽ അവനെ സഹായിക്കാം. എങ്ങനെ സഹായിക്കുക? അർഹനല്ലെങ്കിൽ ഉപദേശിച്ച് പറഞ്ഞു കൊടുത്ത് അവനെ സഹായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഈ വസിയ്യത്ത് അത് ദീനിൻ്റെ വിഷയത്തിൽ, ദീനിനെ ചോദിച്ചു വരുന്ന വിഷയത്തിൽ, ഇൽമു ചോദിക്കുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അതിൽ പിശുക്കനായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാപ്പകൽ ഭേദമന്യേ റസൂലുള്ളാഹിൻ്റെ ഉത്തരവാദിത്തം ആ വിഷയത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. ഇനി സമ്പത്താണ് ചോദിച്ചു വരുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു വരുന്നവനൊന്നും നിരാശപ്പെട്ടിട്ടില്ല. ചിലർക്ക് ചോദിച്ചിട്ട് റസൂലുള്ള കൊടുത്തിട്ട് കിട്ടിയോ അവിടെ പോയിട്ട് പറയാണ്, മുഹമ്മദിനോട് ചോദിച്ചോളി, എന്നാൽ പിന്നെ ജീവിത നാളിൽ ദാരിദ്ര്യം ഭയക്കണ്ടെന്ന്. അത്ര തരും, ചോദിക്കാൻ ഇനിയും വേണം. അപ്പോൾ ഇനിയും വേണം, മനസ്സിലായില്ലേ? അപ്പോൾ ചോദിക്കണേ കൊടുത്തിട്ട് പറയണേ, ചോദിക്കണോ മുഹമ്മദിനോട് ചോദിച്ചോളി, എന്നാൽ ജീവിതകാലത്തിൽ ഇനി ദാരിദ്ര്യം ഭയക്കണ്ട എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിതായിരുന്നു. അമ്മ സായില ഫലാ തൻഹർ. എന്തായാലും ചോദിച്ചു വരുന്നത് ആരായിട്ടുണ്ടെങ്കിൽ ഈ വിരട്ടിപ്പായിക്കുക എന്നുള്ളത് ചില ആളുകളുടെ ദുസ്വഭാവമാണ്, മനസ്സിലായോ? ആട്ടിപ്പായിക്കുക എന്നുള്ളത് അത് യതീമുകളോട് തന്നെ ചിലർ മോശമായിട്ട് പെരുമാറും. യതീമുകളോട് അത് മഹാദുരിതാണ്. യതീമുകളുടെ സ്വത്ത് വിശുദ്ധ ഖുർആനിൽ 20ഓളം സ്ഥലങ്ങളിൽ യതീമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യതീമുകളെ പരിപാലിക്കുന്ന വിഷയത്തിൽ, യതീമുകളുടെ സ്വത്ത് സംരക്ഷിക്കുന്ന വിഷയത്തിൽ, യതീമുകൾക്ക് അധ്യാപനം നൽകുന്ന വിഷയത്തിൽ, അവർക്ക് അന്നം നൽകുന്ന വിഷയത്തിലൊക്കെ 20ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യതീമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞിട്ടുണ്ട്, അന വകാഫിലുൽ യതീം ഹകദാ ഫിൽ ജന്ന, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗത്തിൽ ഇങ്ങനെ എന്ന് അടുത്ത് വിരലുകൾ അടുപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദിച്ചു വരുന്നവൻ അവനെ ദൂരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആട്ടി വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വലിയ മുസീബത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൻ്റെ നേരെ എതിരാണ്. ഒരു ബിശ്വഗുരൻ, ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ്. അയാളുടെ ചരിത്രം വായിച്ചപ്പോൾ ഞാനിപ്പോൾ അടുത്ത് വായിച്ചാണ്, അറബിയിലൊരു കഥ ഇത് വായിച്ചാണ്, സംഭവം ഉണ്ടായതാണ്. ഈ വിശ്വഗുരൻ ഒരു ശാസ്ത്രജ്ഞനായി അല്ലെങ്കിൽ വലിയൊരു ഡോക്ടറായിട്ട് പരിണമിക്കുന്നതിന് മുമ്പ് അയാളുടെ ബാല്യത്തിൽ അയാളൊരു ദരിദ്രനായിരുന്നു, പറ്റേ പാപ്പരൻ സാധുവായിരുന്നു, ദരിദ്രൻ. അങ്ങനെ ഈ ദരിദ്രനായിട്ട് ഇവന് ചെറുപ്പത്തിൽ നടക്കുമ്പം ഒരു ദിവസം വിശന്ന് പൊരിഞ്ഞ് അവശനായിട്ട് എന്ത് ചെയ്തു, ഒരു വീട്ടിന് മുന്നിൽ പോയി വല്ലതും ഭക്ഷണം ചോദിക്കാനാണ് പോയത്. അപ്പോൾ ഭക്ഷണം ചോദിക്കാൻ വേണ്ടിയിട്ട് വാതിൽ മുട്ടിയപ്പോൾ ആ വീടിൻ്റെ കവാടം തുറന്നത് ഒരു പെൺകുട്ടിയാണ്, ഇവനേക്കാൾ മുതിർന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഭക്ഷണം ചോദിക്കാൻ ലജ്ജ തോന്നി. അപ്പോൾ വെള്ളം ചോദിച്ചു. വെള്ളം ചോദിക്കുമ്പോൾ ഇപ്പോൾ ധന്യനാണെങ്കിലും ജാതി ചോദിക്കുന്നില്ല, ഞാൻ സഹോദരി ചോദിക്കുന്നു, തണ്ണീർ തരല്ലേ, അതേപോലെ അതൊരു വിഷയമല്ല. അപ്പോൾ വെള്ളം ചോദിച്ചു എന്നാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇത് വെള്ളം ചോദിക്കണതാ ഇത് നിൽക്കുന്നത്. ആ പെൺകുട്ടി പാല് കൊണ്ടുവന്ന് കൊടുത്തതാണ്, ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്നിട്ട് കൊടുത്തതാണ്. അപ്പോൾ ആ പാല് കുടിച്ച് അയാൾ ഊർജ്ജസ്വലനായിട്ട് അവിടെ നിന്ന് മടങ്ങി.
ഈ ദരിദ്രൻ ആ ദാരിദ്ര്യത്തിൽ ബാല്യം പിന്നിട്ട്, പക്ഷേ പിന്നീട് പഠിക്കാൻ അവസരം ഉണ്ടായി അയാൾ പഠിച്ചു വലിയ ഒരു ഡോക്ടറായി, മനസ്സിലായില്ലേ, ഒരു സർജനായി, ഒരു ഉന്നത തലത്തിൽ അയാൾ എത്തി. അങ്ങനെ അയാൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കെ ഒരിക്കൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. അതല്ലേ, ആ പെണ്ണിന് ഒരു മേജർ ഓപ്പറേഷൻ, വലിയ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയെന്ന്. അങ്ങനെ ഈ ഡോക്ടറാണ് അതിനെ ചികിത്സിക്കുന്നത്, ആ പെണ്ണിനെ ചികിത്സിക്കുന്നത്. അപ്പോൾ രോഗി എന്താണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഏത് നാട്ടുകാരി, അപ്പോൾ നാട്ടുകാരി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ വീടും ചോദിച്ചപ്പോൾ പണ്ട് ഇയാൾ പാലിന് കൈ നീട്ടിയ ആ വീട്ടിലെ മെമ്പറാണ്, മനസ്സിലായി. അന്ന് കഥക് പുറത്തു കൊടുത്ത പെണ്ണുമാണ്, മനസ്സിലായി. ഇത് ഡോക്ടർ ഇത് കേട്ടായിരിക്കും എന്ത് ചെയ്ത് അവിടുന്ന് മടങ്ങി കുറേ കരഞ്ഞ് എന്നാണ് അയാൾ, കുറേ കരഞ്ഞ്. പിന്നെ അയാൾ എന്ത് ചെയ്ത് ചികിത്സ നല്ല രീതിയിൽ കൊടുത്ത്, നല്ല ചികിത്സ നൽകി. പ്രതീക്ഷയറ്റ വിധമായിരുന്നു ആ രോഗി, പക്ഷേ അള്ളാഹു അനുഗ്രഹിച്ചു. ഏതായാലും ആ രോഗി രക്ഷപ്പെട്ടു, വലിയൊരു ഓപ്പറേഷന് വിധേയമായി. അപ്പോൾ ആ രോഗിക്കറിയാം തൻ്റെ സ്വത്ത് മുഴുവൻ തീരെ എഴുതേണ്ടി വരും, എന്തിന്, ഈ ഹോസ്പിറ്റലിലെ പേയ്മെൻറ്റിന്. അങ്ങനെ സുഖമായിട്ടും അവർ പ്രയാസത്തിലായിരുന്നു. അങ്ങനെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഡോക്ടർ പറഞ്ഞ് ബില്ല് എൻ്റെ റൂമിൽ കൊണ്ടുവരാൻ ബില്ല്. അങ്ങനെ ആ രോഗിയുടെ മുഴുവൻ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഓപ്പറേഷൻ്റെയും ഒക്കെ ചിലവ് ഡോക്ടർ വായിച്ച് ഫത്തൂറിൻ്റെ അടിയിൽ എഴുതി, മനസ്സിലായില്ലേ, നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഓപ്പറേഷൻ്റെയും കാശ് മുഴുവൻ നൽകപ്പെട്ടിട്ടുണ്ട് ഒരു കപ്പ് പാലിന് പകരമായിട്ട് നിങ്ങളുടെ മുഴുവൻ പേയ്മെൻറ്റും നൽകപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ എഴുതിയിട്ട് അതാണ് രോഗിക്ക് കൊടുത്ത് അതിനെ വിട്ടു എന്നാണ്, മനസ്സിലായില്ലേ. അത് ഇതുവരെ ഉണ്ടായ കഥയാണ്, ഉണ്ടായ സംഭവമാണ്. ഏതായാലും ഈ ചോദിച്ചു വരുന്നവരെ നമ്മൾ വിരട്ടുക, ആട്ടി ഓടിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതിന് നേരെ എതിരായിട്ടുള്ള ചെയ്തിയാണ്. ആളുകൾക്ക് പലർക്കും ആ ഒരു ദൃഷ്ടിയിലാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. അഊദു ബില്ലാഹ്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ. പിന്നെ വഅമ്മ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. റബ്ബിൻ്റെ നിഅമത്തിനെ കുറിച്ച് പറയാനാണ്, റബ്ബിൻ്റെ നിഅമത്ത് പറയാനാണ്. എങ്ങനെ റബ്ബിൻ്റെ നിഅമത്ത് പറയാ, എങ്ങനെ പറയാം, റബ്ബിൻ്റെ നിഅമത്ത് എങ്ങനെ പറയാം? നിഅമത്ത് അള്ളാഹുവിലേക്ക്, അനുഗ്രഹം നൽകി അള്ളാഹുവിലേക്ക് നിഅമത്തിനെ ചേർത്ത് പറയാം. ഇത് ആരുതാണ് നിഅമത്ത്? ആരുതാണ് നിഅമത്ത്? അള്ളാൻ്റെതാണ്, മനസ്സിലായില്ലേ. നിഅമത്ത് അള്ളാൻ്റെതാന്ന് പറഞ്ഞാൽ മതിയോ? പിന്നെ എന്ത് വേണം? അതിന് അള്ളാനെ സ്തുതിക്കണം, അതിന് അള്ളാനെ സ്തുതിക്കണം. ഒരു ഉരുള തിന്നാൽ ഈ ഉരുള തന്നത് അള്ളയാണെന്നുള്ളത് അള്ളാഹ്ക്ക് നമ്മൾ സമ്മതിക്കണം, ഉണ്ട്, മനസ്സിലായി. അത് സമ്മതിച്ചിട്ട് നമ്മളെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ പോരാ, പഠിച്ചൊക്കെ തന്നു, ഓക്കെ ഉഷാറാണ്, അങ്ങനെയല്ല. പിന്നെ അൽഹംദുലില്ലാഹ്, അതിനെ തുടർന്ന് അള്ളാഹുവിനെ സ്തുതിക്കണം, അതിനെ തുടർന്ന് അള്ളാഹിനെ സ്തുതിക്കണം. അള്ളാഹ്ക്ക് നമ്മൾ നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് പഠിച്ചവനെ പേടിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളത്. നന്ദി കാണിച്ചിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ ഉണ്ടോ, ഞാനൊരു യതീമായിരുന്നു, അള്ളാഹുവാണ് എനിക്ക് അഭയം നൽകിയത്. ഞാൻ അറിവില്ലാത്തവനായിരുന്നു, പഠിച്ചവനാണ് എനിക്ക് അറിവ് നൽകിയത്, അല്ലേ. ഞാനൊരു ഫക്കീറായിരുന്നു, പഠിച്ചവനാണ് എനിക്ക് ഐശ്വര്യം നൽകിയത്. ഇങ്ങനെ നിഅമത്തിനെ കുറിച്ച് എന്ത് ചെയ്യുക, പറയുക, നിഅമത്തിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. അതാണ് നിഅമത്തിനെ കുറിച്ച് പറയൽ. അല്ലാതെ എനിക്ക് ഇത്ര ഉണ്ട്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, അത് പറയലല്ല. അതെന്താണ്? അത് മറ്റുള്ളവരെ നോവിക്കലും അത് നിഅമത്തിൽ അഹങ്കരിക്കലാണ്. അതേസമയം നിഅമത്തിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക, അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുക, അതിൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക. നമ്മൾ കഴിഞ്ഞ ഒരു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയ നിയമത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സാലിഹൻ തർളാ എന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ അള്ളാഹുവിന് നമ്മൾ പിന്നെ നിഅമത്ത് ചേർത്ത് പറയുക. അതാണ് വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഖലാസ്. എന്നാലും ഓരെ തച്ചാട്ടരുത്, പക്ഷേ എന്ത് ചെയ്യണം, അവരെ നമുക്ക് നന്നാക്കാൻ പറ്റും, മനസ്സിലായില്ലേ. അവരെ നമുക്ക് നന്നാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല ഫലാ തൻഹർ എന്നാണ്. അവരെ പിന്നെ ആട്ടി വിടരുത്, പിന്നെ അവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിരുന്ന പലരും അങ്ങനെയാണ്, നന്നായിട്ടുള്ളതന്നെ അങ്ങനെയാണ്. മാലിക്കിന് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വരുന്ന ഈ ബദുക്കൾ, ആ ബദുക്കളൊക്കെ നന്നാകുന്നതിൻ്റെ കാരണം എന്താ? അവരുടെ അവിവേകത്തെ റസൂലുള്ള വിവേകം കൊണ്ട് നേരിട്ട് എന്നുള്ളതുകൊണ്ടാണ്. അവരുടെ അവിവേകത്തെ, അതുകൊണ്ടാണ് അതിങ്ങനെ വരുന്നത്.
പിന്നെ ഒരു ഈ ഹാരഹെറൻ്റെ മുകളിലൊരു ഇയാളെ പിടിച്ച് അയാൾക്ക് ഒരു ദിവസത്തെ വരുമാനം 900 റിയാൽ എന്നാണ്. 900 റിയാൽ. ആറാംകോയിലൂടെ അങ്ങനെ ഉണ്ടാവില്ല ഒരാഴ്ചയിൽ കിട്ടിയാൽ തന്നെ. അമ്മായിരിക്കോട്ടെ രീതിയിലൊക്കെയാണ് പിന്നെ ഓരോരുത്തർക്ക് യാചിച്ചിട്ട് കിട്ടുന്നത്. പക്ഷേ അതെങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ യാചകരെന്ത് ചെയ്യേണ്ടി വരും, അവരെ ട്രീറ്റ് ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട് എങ്കിൽ ആ കേന്ദ്രങ്ങളിൽ ഏൽപ്പിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ പിന്നെ പറഞ്ഞു തന്നാക്കേണ്ടവരെ പറഞ്ഞു തന്നാക്കേണ്ടി വരും. എല്ലാ ചോദിക്കുന്നവരും ഒരു വേള എന്തായിക്കൊള്ളുന്നില്ല. പിന്നെ ഒരു വേള ഒരിടത്ത് അയാൾ തന്നെ ഐശ്വര്യവാനായിരിക്കും, വേറൊരിടത്ത് ചെന്നപ്പോൾ അയാൾക്ക് ചോദിക്കേണ്ടി വന്നതായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫല തൻഹർ എന്ന് പറഞ്ഞത്. മാലിക് ബിൻ ദീനാറിൻ്റെ വീട്ടിൽ കള്ളം കയറിയ കഥ ഉണ്ട്. കള്ളം കയറി മാലിക് ബിൻ ദീനാർ രാത്രി നിസ്കരിക്കുക. അപ്പോഴാണ് നിസ്കരിക്കുമ്പോഴാണ് മൂപ്പര് ഒരു ശബ്ദം കേട്ട് മുകളിൽ നിന്ന് ഒരുത്തൻ ചാടുന്നത്. മൂപ്പർക്ക് മനസ്സിലായി ഇത്. പക്ഷേ അദ്ദേഹത്തിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് നിസ്കാരം തുടർത്തി. നിസ്കാരം കഴിഞ്ഞിട്ട് കള്ളനെ വിളിച്ചിട്ട് കാരണം എനിക്കതിൽ കിട്ടിയോ ചോദിച്ചു. ഒന്നും കിട്ടിയില്ലായിരുന്നു. എന്നാണ്ട് വാനിക്കാൻ പഠിപ്പിച്ചു തരാറ്. അങ്ങനെ ഇരുത്തി പഠിപ്പിച്ചു കൊടുത്ത്, വുളു ചെയ്യണത് പഠിപ്പിച്ചു കൊടുത്ത്, നിസ്കരിക്കണത് പഠിപ്പിച്ചു കൊടുത്ത്. എന്നിട്ട് സുബഹി നിസ്കരിക്കാൻ പോകുമ്പോൾ എന്നും മാലിക് ബിൻ ദീനാർ ഉണ്ടാകുന്ന 2 ആളാണ്. അപ്പോൾ ഇതാരാന്ന് ചോദിച്ചപ്പോൾ ഇത് എന്നെ മോഷ്ടിക്കാൻ വന്നാണ്, മൂപ്പരെ ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞതാണ്. അയാളൊരു നല്ല മനുഷ്യനായി പരിണമിച്ചു. ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റിന് പറ്റും. ചോദിച്ച് വരുന്നവരെ ആട്ടിപ്പായിക്കരുത്, അവരെ ദൂരപ്പെടുത്തരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അറിയിക്കുന്നവരാണെങ്കിൽ കൊടുക്കാം. ചോദിച്ച് വരുന്നവൻ അനർഹനാണെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് കുറ്റമൊന്നുമില്ല. മനസ്സിലായി? എല്ലാം ചോദിച്ച് വരുന്നവരെയും റസൂലുള്ള കൊടുത്ത് വിട്ടിട്ടില്ല. പിന്നെ ട്രീറ്റ് ഒരാൾ യാചിച്ച് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ എടുത്തിട്ട് കാട്ടിൽ പോയിട്ട് മരം വെട്ടി ജീവിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത്. മനസ്സിലായില്ലേ? ആ മനുഷ്യൻ അപ്രകാരം ചെയ്ത് അയാൾ വലിയ ഐശ്വര്യവാനായി. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ചോദിച്ചു വരുന്നവർക്കും കൊടുത്ത് സഹായിച്ചോളണമെന്നില്ല. പക്ഷേ ആളുകളെ അറിയാൻ പറ്റുമല്ലോ. മനസ്സിലായി? റസൂലുള്ള എന്തുകൊണ്ടാണ് ഒരാളോട് മഴ എടുക്കാൻ പറഞ്ഞതും കാട്ടിൽ പോകാൻ പറഞ്ഞതും? ഓൻ്റെ ആരോഗ്യം കണ്ടിട്ടാണ്. അതേസമയം അങ്ങനത്തെ അല്ലാത്ത അവസ്ഥയിൽ ആളുകളെ കാണുമ്പോൾ ഏതായാലും ഓരോന്നിനും ലിക്കുല്ലി മഖാമിൻ മഖാൽ, ഓരോ സാഹചര്യത്തിനും അതിൻ്റെ ഭാഷയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.